ശിവൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 21-ാം തിരുവചനം. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട, കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ചിലപ്പോഴെങ്കിലും കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ് അസൂയ. മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടുക. എന്നാൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, പാപികളുടെ നേട്ടങ്ങളിൽ നീ അസൂയപ്പെടേണ്ട കാര്യമില്ല. എന്ത് കാര്യവും കർത്താവിൽ ശരണം വെച്ച് നീ ചെയ്യുവാൻ തുടങ്ങിയാൽ, നിന്റെ അവസ്ഥ എന്തായിരുന്നാലും നിന്നെ സമ്പന്നനാക്കാൻ സ്വർഗീയ പിതാവിന് ഒരു നിമിഷം മതി. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. എൻ്റെ അവസ്ഥകൾ എന്തായിരുന്നാലും കർത്താവേ, ആധ്യാത്മികമായും ഭൗതികമായും എന്നെ സമ്പന്നനാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അത് ഞാൻ ഏറ്റെടുക്കുന്നു. വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാനത് പ്രാവർത്തികമാക്കുന്നു. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും എന്നെ നടത്തുന്നത്, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നത് കർത്താവിൻ്റെ ആശ്രയത്തിൽ നിന്നുമാണ്. കർത്താവാണ് എന്നെ സഹായിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിച്ച് ദൈവത്തോട് നമുക്ക് കൂടുതൽ അടുത്ത് നിൽക്കാം. ആ ദൈവം നിന്നെ സമ്പന്നനാക്കാൻ തയ്യാറാണ്. ഒരു നിമിഷം മതി നിന്നെ സമ്പന്നനാക്കാൻ. മനുഷ്യൻ വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നത് ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് നിനക്ക് തരുവാൻ സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായ കുടുംബസമാധാനവും മനസ്സമാധാനവും തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ലോകസമാധാനം നിലനിർത്തിയതിന് ദൈവത്തിന് നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവാക്കിയതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ സ്വീകരിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ മക്കളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചതിന് നന്ദി പറയാം. അവർക്ക് വിജയം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ അവസ്ഥകൾ ഇന്നു മുതൽ മാറ്റിയതിന് ദൈവത്തിന് നന്ദി പറയാം. ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാവരെയും ഭൗതികമായി സമ്പത്ത് നൽകി ദൈവം സമൃദ്ധമാക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏകകർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സർവശക്തനും സർവാധിപനുമായ കർത്താവായ ദൈവത്തിൻ്റെ സമാധാനം സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.